നല്ല സൂപ്പർ ഒരു മഴയ്ക്കുള്ള മഴക്കാറുണ്ട് കേട്ടോ. നല്ല അടിപൊളി ഒരു മഴയ്ക്കുള്ള മഴക്കാറ്. അപ്പോൾ എന്തായെങ്കിലും നല്ല മഴ വരണ മുമ്പ് തന്നെ നമുക്ക് അമ്പലത്തിലേക്ക് എത്തേണ്ടതുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ വേഗം പോവാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ആമയുടെ ക്ഷേത്രത്തിലേക്കാണ്. അപ്പോൾ ആമയുടെ ക്ഷേത്രം ഏതാണെന്നൊക്കെ പെട്ടെന്ന് ഇങ്ങനെ കേൾക്കുമ്പോൾ അറിയത്തില്ലാത്തവർക്കായിട്ട് ഞാൻ പറയാം കേട്ടോ. എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറയ്ക്ക് അടുത്ത് നമ്മുടെ വേമ്പനാട്ട് കായലിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് ആമയുടെ സപ്തമാതൃ നാഗരാജ ക്ഷേത്രമാണ് കേട്ടോ. അത് നാഗദേവന്മാരുടെയും സപ്തമാതൃക്കളുടെയും ആരാധനയ്ക്കായി സമർപ്പിക്കപ്പെട്ട ഈ ക്ഷേത്രം സർപ്പദോഷ നിവാരണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടാണ് കണക്കാക്കുന്നത് കേട്ടോ. ഒറ്റ മഴയ്ക്ക് തന്നെ നല്ല വെള്ളമായി കേട്ടോ. അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗവും സൈഡ് ഭാഗവും ഒക്കെ തന്നെ തൊട്ട് പുറയിലല്ലേ നമ്മുടെ വേമ്പനാട്ട് കായൽ സ്ഥിതി ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് പെട്ടെന്ന് ഇങ്ങനെ മഴയൊക്കെ വരുമ്പോഴത്തേക്ക് അവിടെ വെള്ളക്കെട്ടുണ്ടാവും. അപ്പോൾ ഇത് കണ്ടില്ലേ, കണ്ണൻ ഇങ്ങനെ ഒരു വെള്ളമൊന്നും ഞങ്ങൾക്കൊന്ന് ഇറങ്ങിപ്പോകത്തക്ക രീതിയിലൊന്ന് ഒതുക്കി പാർക്ക് ചെയ്ത് ഞങ്ങൾ അവിടെ ഇറങ്ങിയിട്ട് നമ്മുടെ അമ്പലത്തിൻ്റെ സൈഡിലായിട്ടാണ് പാർക്കിംഗ് ഒക്കെ കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ വെള്ളത്തിലൂടെ നീന്തി നടന്ന് വന്ന് അവിടെ നിൽക്കുകയാണ്. ആൾക്കാരെല്ലാം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കാരണം കുറച്ച് പേര് ചെരുപ്പ് തപ്പുന്നുണ്ട്. ഏത് ചെരുപ്പാണെന്നൊന്നും അറിയത്തില്ലാത്ത രീതി പേടിച്ച് ഇങ്ങനെ പെരുപെരുത്ത് നിൽക്കുന്ന നമ്മുടെ ദുർഗക്കുട്ടി ഇങ്ങനെ ആ ഒരു ഭാവത്തിൽ വെറുതെ നിൽക്കുന്നതാണ് കേട്ടോ. പക്ഷേ കണ്ടില്ലേ, ആക്ഷൻ കണ്ടില്ലേ. ഞാനിപ്പോൾ ആ വെള്ളത്തിലേക്ക് എടുത്ത് ചാടും എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അങ്ങനെ എൻ്റെ അനുവാദമൊക്കെ മേടിച്ച് ജസ്റ്റ് അമ്മ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിക്കോട്ടെ എന്നാണ് ചോദിച്ചത്. പക്ഷേ എന്തോ ഒരു അബദ്ധത്തിൽ എനിക്ക് സമ്മതിക്കേണ്ടി വന്നു. പക്ഷെ അത് ഒരു വല്ലാത്തൊരു സമ്മതം കൊടുക്കലായി പോയി. പിന്നെ അവൾ അതിൽ ഓടി നടക്കുകയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ കണ്ണനെയാണ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് കേട്ടോ. കാരണം നമ്മളിപ്പോൾ കണ്ണൻ നിൽക്കുന്ന ഭാഗത്ത് നിന്നും നമുക്കൊരു കുറച്ച് താഴ്ചയിലാണ് അടുത്ത സ്ഥലം. അപ്പോൾ കണ്ണൻ ഇങ്ങനെ പെട്ടെന്ന്, കണ്ണനെന്നല്ല നമ്മൾ ആരാണെങ്കിലും പെട്ടെന്ന് നടന്നു വരുമ്പോൾ നമുക്കത് ഓർമ്മ കിട്ടാത്തവരാണെങ്കിൽ പെട്ടെന്ന് അവിടെ വീഴും. അപ്പോൾ ഞങ്ങളിങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ദുർഗമ്മ അപ്പാടെ അടുത്തേക്ക് ഓടുന്നുണ്ട്. അപ്പോൾ അന്നേരം പറയുന്നുണ്ട്, നീ തിരിച്ച് നടക്ക്, ഇങ്ങോട്ട് വരണ്ട, ഇവിടെ കുഴിയുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം ഞാനും മക്കളും കൂടെ കയറി തൊഴുതു. അപ്പോൾ നമ്മുടെ കയ്യിൽ കുടയൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് അത് നമുക്ക് 2 ട്രിപ്പായിട്ടാണ് കയറി തൊഴാൻ പറ്റിയത്. അപ്പോൾ ആദ്യം അത് നമ്മൾ നാഗ ദൈവങ്ങളെ, നാഗ അമ്മമാരെ, നാഗരാജാവിനെ എല്ലാം തൊഴുത ശേഷം നമ്മൾ അങ്ങോട്ട് അടുത്ത സെക്ഷനിലേക്ക് പോവുകയാണ്. അവിടെ ഭദ്രകാളി അമ്മയുടെ ഒരു ചെറിയ അമ്പലവും അതുപോലെ തന്നെ മഹാവിഷ്ണുവിൻ്റെ ചെറിയ അമ്പലവും ഗോശാലയും ഒക്കെ ഉണ്ട് കേട്ടോ. അത് പകൽ വരണം എന്നുള്ളൊരു പ്രതീക്ഷയോടെ ആയിരുന്നു. പക്ഷേ പകൽ നമ്മൾ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് നമുക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ അമ്പലത്തിൽ തൊഴുതു നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോരുകയാണ്. ഇപ്പോൾ ഏകദേശം ഒരു 7:15 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ തിരിച്ച് പോരണ വഴിക്ക് കുറച്ച് സാധനങ്ങളൂടെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ വാങ്ങി. ദുർഗമ്മയുടെ സ്ഥിരം കാര്യം തന്നെയാണ്, ഇങ്ങനെയുള്ള സ്ഥലത്ത് ചെന്ന് കഴിയുമ്പോൾ മൊത്തം ബഹളമാണ്. അടുത്ത് നിൽക്കുന്ന ചേച്ചീനെ ശല്യപ്പെടുത്തുന്നതാണ്. ആ ചേച്ചിയുടെ ബാഗിലൊക്കെ പിടിച്ച് വലിക്കുന്ന രംഗമാണിത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ കാണാം. ടാറ്റാ, ബൈ ബൈ, സീ യു.